ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 92-ാമത്തെ എപ്പിസോഡിലൂടെയാണ് കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ കടന്നു പോകുന്നത്. നാം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ശൗലിനോടുള്ള ദൈവകൃപയുടെ വിവിധമായ ചിത്രങ്ങൾ കാണാം. അത് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിലായിട്ട് നമ്മൾ ഓർത്തത് 6-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ ഒരു വിവേകമുള്ള ഭൃത്യനെ ശൗലിന് കൊടുത്തതിലൂടെ ശരിയായ ദിശയിലേക്ക് ദൈവം അവനെ കൊണ്ടുപോകുന്നത് നാം ഓർക്കുകയുണ്ടായി. തിരികെ പോകുവാനായിട്ട് തയ്യാറായ ശൗലിനെ ആ വിവേകമുള്ള ഭൃത്യൻ്റെ വാക്കുകളിലൂടെ സ്വർഗത്തിലെ ദൈവം ശരിയായ സ്ഥലത്തേക്ക് നയിക്കുന്നത്, അല്പം കൂടെ ആഴത്തിൽ പറഞ്ഞാൽ രാജസിംഹാസനത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ ശൗലിനോടുള്ള ദൈവകൃപയുടെ 6-ാമത്തെ ചിത്രം കാണുവാൻ കഴിയുന്നു. അത് അല്പം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വായിച്ചു മാത്രം പോകുന്ന ഒരു ഭാഗമായിട്ട് അത് നിലനിൽക്കും. നോക്കുക, 9-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരത്തികളെ കാണുവാൻ കഴിയുന്നു. ശമൂവേലിനെ തിരക്കി മുൻപിലേക്ക് പോകുന്ന ശൗലിൻ്റെയും ഭൃത്യന്മാരുടെയും മുൻപിലേക്ക് സ്വർഗത്തിലെ ദൈവം വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരത്തികളെ കാണിച്ചു കൊടുക്കുകയാണ്. അവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ശൗല് ദർശകനായിട്ടുള്ള അല്ലെങ്കിൽ പ്രവാചകനായിട്ടുള്ള ശമൂവേലിനെ കാണുന്നതിനെ കുറിച്ചാണ് അവരോട് ചോദിക്കുന്നത്. അവർ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയുകയും കൃത്യമായ സമയം ഇതാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നീ ചെല്ലണം എന്ന് ശൗലിനോട് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാനതിൻ്റെ ആഴങ്ങളിലേക്ക് അധികം പോകുന്നില്ലെങ്കിലും ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക, ദൈവം വഴിത്തലയ്ക്കൽ നിന്ന ഈ ബാല്യക്കാരത്തികളെ വരെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് ഉപയോഗിച്ച് ശൗലിനെ നന്മയിലേക്ക് നയിക്കുന്ന അനുഗ്രഹീതമായ ചരിത്രം കാണുവാൻ കഴിയുകയാണ്. ഇത് ദൈവകൃപയുടെ അപാരമായ ചിത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ധൈര്യപ്പെടേണ്ടുന്ന, ദൈവത്തോട് നന്ദിയുള്ളവരായി തീരേണ്ടുന്ന വസ്തുത ഇവിടെ മറഞ്ഞു കിടപ്പുണ്ട്. ഒരുപക്ഷെ അപ്രധാനമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കും. ഒരുപക്ഷെ എനിക്ക് എന്ത് എന്ന് ചിന്തിക്കുന്ന വസ്തുതകളെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി വ്യാപരിപ്പിക്കുന്ന ചരിത്രവും കാണുവാൻ കഴിയുന്നുണ്ട്. സൈമൺ സാറ് ഇങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, അല്പമാം ഉപകരണങ്ങൾ കൊണ്ട് നൽപ്പെടുന്ന മഹത്തായ വേലകൾ ചെയ്യുന്ന ശില്പി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അല്പമായ ഉപകരണങ്ങളെ കൊണ്ട് നൽപ്പെടുന്ന മഹത്തായ വേലകൾ ചെയ്യിക്കുന്ന ഒരു മഹാശില്പിയാണ് നമ്മുടെ സ്വർഗത്തിലെ പിതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ദൈവത്തോട് നന്ദിയുള്ളവരായി, കർത്താവിൻ്റെ കരുണയും കൃപയും ഓർക്കുന്നവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ധൈര്യത്തിനായി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെയും ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കുറവായിട്ടുള്ള അനേക കാര്യങ്ങൾ ഉണ്ട് എന്ന് വന്നേക്കാം. മറ്റുള്ളവരുടെ മുൻപാകെ പ്രശംസിക്കത്തക്ക നിലയിൽ നമുക്ക് ഒന്നുമില്ല എന്ന് വന്നേക്കാം. മറ്റുള്ളവരെ പോലെയുള്ള യോഗ്യതകളോ ഒരുപക്ഷെ കഴിവുകളോ നമുക്കില്ല എന്ന് വന്നേക്കാം. പല വിഷയങ്ങളിൽ നാം പിറകിൽ നിൽക്കുന്നവരായിരിക്കാം. ഈ പറയുന്ന ബാല്യക്കാരത്തികളെ പോലെ വഴിത്തലയ്ക്കിൽ നിൽക്കുന്ന
ചിലരായിരിക്കാം നാം ഓരോരുത്തരും. എന്നാൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങനെയുള്ളവരെയും വലിയ പദ്ധതികൾക്കായിട്ട് പിൻബലമായി ഉപയോഗിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പിന്നെ എന്തിനാ അധൈര്യപ്പെടുന്നത്? നമ്മെ എല്ലാവരും മാറ്റി നിർത്തിയാലും, ഒരുപക്ഷെ നമ്മെ കാണുവാൻ ആളുകൾ താല്പര്യപ്പെടാതിരുന്നാലും, ഒരുപക്ഷെ എന്നെയും നിന്നെയും പലതിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തിയാലും, ഒരു വസ്തുത പറയട്ടെ, ദൈവത്തിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. ദൈവം നമ്മെക്കൊണ്ട് അനേക വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്ന മഹാശില്പിയായിട്ടുള്ള ദൈവമാണ്. ഇവിടെ ഇതാ രാജസിംഹാസനത്തിലേക്ക് ശൗലിനെ നയിക്കുമ്പോൾ മനുഷ്യർ അപ്രധാനമെന്നും അപ്രസക്തമെന്നും ചിന്തിക്കുന്ന വഴിത്തലയ്ക്കൽ വെള്ളം കോരുവാൻ നിന്ന ബാല്യക്കാരത്തികളെ തൻ്റെ പദ്ധതിക്കുള്ളിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹീതനായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുവാൻ കഴിയണം. നമ്മുടെ ജീവിതങ്ങളിൽ ചെറുതെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ നന്മകൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന, നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട് എന്നുള്ള വസ്തുതയ്ക്ക് മുൻപിൽ കർത്താവിനോട് കൂടുതൽ നന്ദിയുള്ളവരായി തീരുവാൻ നമുക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.